വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷം ഞാൻ കേക്കിൻ്റെ ഓർഡർ എടുത്ത് തുടങ്ങിയത്. ആ സമയത്താണ് ഒരു മാംഗോ കേക്കിൻ്റെ ഓർഡർ വന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പി ആയാലും. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു കപ്പ് മൈദ, ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്. ഇതാണ് കേട്ടോ നമ്മൾ അരിച്ചെടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ബൗളും വിസ്ക് അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന വിസ്കും അരിപ്പയും നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു 4 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്കൊരു 1/2 സ്പൂൺ വാനില എസൻസും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനുണ്ടായിട്ട് നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പ് പൊടിച്ച് കഴിഞ്ഞാൽ അത് 1 കപ്പായിട്ടാണ് കിട്ടുക. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് ഓയിലും കൂടെ എടുത്തിട്ട് അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് മാംഗോ എസൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. വിസ്ക്കാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഞാൻ സ്പാച്ചിൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെ എൻഡ് സ്റ്റേജിലാണ്. അതായത് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിക്കുന്ന നേരത്ത് മാത്രമാണ് കേട്ടോ സ്പാച്ചിൽ യൂസ് ചെയ്യൽ. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. കുറച്ച് പാലും മിക്സ് ചെയ്തിട്ട് ഒരു റിബൺ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിവിടെ 7 ഇഞ്ചിൻ്റെ പാനിലാട്ടോ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്യാൻ വയ്ക്കുക. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം ഹൈറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാംഗോ ഇതുപോലെ ഒരു സ്ലൈസ് ആക്കിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. ഞാനൊരു 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതേ നമ്മളുടെ ക്രീം പൗഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വെച്ച കേക്കൊക്കെ ഒന്ന് പീസാക്കി വയ്ക്കുക. അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് മാംഗോ ക്രഷും അതുപോലെ തന്നെ മാംഗോ പീസും പിന്നെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ലെയർ വയ്ക്കുക. എന്നിട്ട് അതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക ഷുഗർ സിറപ്പ് വെച്ചിട്ട്. എന്നിട്ട് ക്രീം ഫില്ല് ചെയ്യുക. അതൊന്ന് സെറ്റാക്കിയതിന് ശേഷം അതിലേക്കായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ മാംഗോ ക്രഷും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാംഗോ പീസസും വെച്ചിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇത് തന്നെ 4 ലെയറിൽ റിപ്പീറ്റ് ചെയ്യുക. ഞാനിവിടെ 2 കേക്കായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തത്. രണ്ടും കൂടെ 4 ലെയറായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 4 ലെയറിൽ നമ്മൾ സെയിം ഫില്ലിങ് തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത്. 3 ലെയറിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. 4ാമത്തെ ലെയർ ഫൈനൽ ലെയർ ആയതുകൊണ്ട് തന്നെ അതിൽ ഫില്ലിംഗ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 3 ലെയറും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ 3ാമത്തെ ലെയറും ഫില്ല് ചെയ്ത് വെച്ച് 4ാമത്തെ ലെയർ വയ്ക്കുന്നുണ്ട്. അതിൽ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്കതൊന്ന് ഷേപ്പാക്കി എടുക്കാം. ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഈ ക്രംസ് ഒക്കെ ഒന്ന് ഒതുങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. പക്ഷേ എനിക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അപ്പോൾ ഫൈനൽ കോട്ടിങ് അപ്പം തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ഒരു സ്ക്രേപ്പർ യൂസ് ചെയ്തിട്ട് അടിച്ചൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എത്ര വട്ടം റൊട്ടേറ്റ് ചെയ്ത് വന്നാലും ചില സ്ഥലങ്ങളൊക്കെ ഫില്ലാവാതെ വരും. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് സൈഡൊക്കെ ഒന്ന് ഷാർപ്പാക്കി എടുക്കാം. ഇനി ഞാൻ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. സൈഡും ടോപ്പും ഒരുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റൊസെറ്റ നോസിലിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ. നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മാംഗോ എസൻസ് ആഡ് ചെയ്തിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് ആക്കി എടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുൻപായിട്ട് പേരൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള സ്പേസിലാണ് ആ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്.
നമ്മൾ ഈ ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സും വെച്ച് കൊടുക്കുന്നുണ്ട്, വരച്ച് കൊടുക്കുന്നുണ്ട്. അതിലായിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് മാംഗോ ക്രഷും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതുള്ളൂ. ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.